ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം വെള്ളിമണ്ണയിൽ യുവാവിന്റെ പരാക്രമം. മോഷ്ടിച്ച പിക്കപ്പ് വാൻ ഉപയോഗിച്ച് റോഡരികിൽ നിർത്തിയിട്ട കാർ ഇടിച്ചു തകർത്ത യുവാവ് വെള്ളിമണ്ണയിൽ പ്രവർത്തിച്ചിരുന്ന വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടു. വെള്ളിമണ്ണ സ്വദേശി അബ്ദുൾ റാസിഖാണ് അതിക്രമം നടത്തിയത്. അബ്ദുളിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. താമരശ്ശേരി ചുങ്കത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാൻ മോഷ്ടിച്ചാണ് അബ്ദുൾ റാസിഖ് പരാക്രമം കാട്ടിയത്. ഏറെ നേരം വാഹനങ്ങൾക്ക് കൈകാണിച്ചു നിൽക്കുന്ന റാസിഖിനെ CCTV ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് പിക്കപ്പ് വാൻ മോഷ്ടിച്ചു കൊണ്ടുപോയ ഇയാൾ വെളിമണ്ണയിലെ സ്വന്തം വീടിന് സമീപം റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാർ ആദ്യം ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. പിന്നീട് അക്രമാസക്തനായ അബ്ദുൾ റാസിഖ് സമീപത്ത് പ്രവർത്തിക്കുന്ന മേലെടുത്ത് ജബാറിന്റെ ഗ്രീൻ പ്ലസ് എന്ന വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് ആളിപ്പടരാതെ തീ അണച്ചത്. വെളിച്ചെണ്ണ മില്ലുടമയുടെ മറ്റൊരു സ്ഥാപനത്തിൽ അബ്ദുൾ റാസിഖ് മുൻപ് ജോലി ചെയ്തിരുന്നു. വണ്ടി നമ്മൾ ഫ്രണ്ട് എയർപോർട്ടോടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയത് തന്നെ. അപ്പോൾ രാത്രി വൈകിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ്. അതിനുശേഷമാണ് ഇതൊരാൾ വന്ന് ഇടിച്ചിട്ട് തെറിപ്പിച്ച് ഈ സൈഡിലേക്ക് ആക്കിയിട്ടത്. ശേഷം അയാൾ വെളിമണ്ണുള്ള വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വണ്ടി മങ്ങാട് പമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ആംബുലൻസിന്റെ ടയറും കത്തിനശിച്ചു. പരാക്രമത്തിൽ പിക്കപ്പ് വാനിന്റെ ടയർ പഞ്ചറായതോടെ ഓമശ്ശേരി മങ്ങാടുള്ള പെട്രോൾ പമ്പിലെത്തി മറ്റൊരു പിക്കപ്പ് വാനുമായി റാസിഖ് കടന്നുകളയുകയായിരുന്നു. വാതിൽ തുറക്കുന്നത് കണ്ടിട്ട് പിക്കപ്പ് എടുത്ത് ഓടി. അവരോടിച്ചു വന്ന് പിന്നിൽ ആംബുലൻസിന് തീക്കെടുത്ത് ആംബുലൻസ് എടുത്ത് മാറ്റി. എന്തുണ്ടോ വാശിയുണ്ടോ എന്നൊന്നും അറിയില്ല. അവനോട് ഓണറോടൊന്നും ഒരു വാശി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാവും പറഞ്ഞു. മുടൂര് ഭാഗത്തൊക്കെ ആവും പോയത് പിക്കപ്പ് പോയിട്ട്. പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് അബ്ദുൾ റാസിഖിനെ തിരിച്ചറിഞ്ഞത്. പെട്രോൾ പമ്പിൽ നിന്ന് മോഷ്ടിച്ച വാഹനവുമായി റാസിഖ് സ്വന്തം വീട്ടിലേക്കാണ് പോയത്. വീടിന് മുന്നിൽ വാഹനം നിർത്താൻ പറ്റില്ലെന്ന് തർക്കിച്ച പിതാവിനെയും അബ്ദുൾ റാസിഖ് മർദ്ദിച്ചു. റാസിഖ് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. റാസിഖിന്റെ മൊബൈൽ ഫോൺ കുടുക്കിൽ ഉമ്മരത്ത് പ്രവർത്തിക്കുന്ന ഗ്യാസ് ഗോഡൌണിന് സമീപം ഒളിപ്പിച്ച നിലയിലും കണ്ടെത്തി. കടന്നുകളഞ്ഞ അക്രമിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.